മെസ്സിയുടെ പേരിൽ കേരളത്തിൽ നടന്നത് ദുരൂഹ ബിസിനസ് ഡീലാണെന്ന് കോൺഗ്രസ്. സ്റ്റേഡിയം നവീകരണത്തിന്റെ കാര്യം GCDA എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചർച്ച ചെയ്തിട്ടില്ലെന്ന് ഹൈബി ഈഡൻ MP ആരോപിച്ചു. അർജന്റീന ടീമിന്റെ മത്സരമായി കലൂർ സ്റ്റേഡിയം നവീകരിക്കുന്നതിനായി വിട്ടുകൊടുത്തൽ ആരോപണവുമായി നേരത്തെ ഹൈബി ഈഡൻ MP രംഗത്തെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇക്കാര്യത്തിൽ വിശദീകരണവുമായി ആന്റോ അഗസ്റ്റിൻ രംഗത്തെത്തിയത്. പിന്നീട് വിഷയത്തിൽ കൂടുതൽ ആരോപണവുമായി ഹൈബി ഈഡൻ എത്തുകയായിരുന്നു. നവീകരണത്തിന്റെ പേരിൽ നടക്കുന്നത് വൻ ബിസിനസ് ഡീലാണെന്നും പ്രദേശത്ത് മരമുറി ഉൾപ്പെടെ നടന്നത് അനധികൃതമാണെന്നും MP ആരോപിച്ചു. ഇതൊരു സ്പോർട്ടിംഗ് ഇവന്റ് ആണോ, ഒരു ബിസിനസ് പ്ലാൻ ആണോ? 70 ഇട്ട് 70 എടുക്കാം, 70 ഇട്ടാൽ 140 കിട്ടും എന്നുള്ളൊരു പ്ലാൻ ഇതിൻ്റെ ഭാഗമായിട്ടാണോ? സ്വകാര്യ സ്പോൺസർഷിപ്പ് ഇതിൽ നിന്ന് നേടാൻ സാധിക്കുമോ? അപ്പോൾ ഞാൻ 70 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാണ്. എനിക്കിതിൽ നിന്ന് സ്പോൺസർഷിപ്പ് വരുമാനം കൊണ്ട് എനിക്ക് പണം സ്വീകരിക്കാൻ പറ്റും. അത് GCDAക്കാണോ ലഭിക്കുന്നത്, ഗവൺമെൻറ്റിനാണോ ലഭിക്കുന്നത്, സ്പോൺസർക്കാണോ ലഭിക്കുന്നത്? അതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ. സീറ്റുകളുടെ എണ്ണം കുറയും എന്ന് പറയുന്നു, സീറ്റുകളുടെ എണ്ണം കൂടും എന്ന് പറയുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു ക്ലാരിറ്റി ഇപ്പോൾ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് മാച്ചസ് ഇനി ഇവിടെ ഉണ്ടാവില്ല. ഇതൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം അല്ല, അല്ലെങ്കിൽ ക്രിക്കറ്റിന് അനുയോജ്യമായ മറ്റ് സ്റ്റേഡിയങ്ങളുള്ളതുകൊണ്ട് വി ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺ ഫുട്ബോൾ. അതിനനുയോജ്യമായി ആണോ ഭാവിയിലേക്ക് ഇത് പണിതുകൊണ്ടിരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടെക്നിക്കൽ എക്സ്പെർട്ടീസ് ഉള്ള ആളുകളാണോ ഇതിന് നേതൃത്വം കൊടുക്കുന്നത്? അതേസമയം സ്റ്റേഡിയത്തിന്റെ സുരക്ഷയിൽ ഉമാ തോമസ് MLA ആശങ്ക അറിയിച്ചു. ഈ സ്റ്റേഡിയം പണിതപ്പോൾ ലീഡർ അന്ന് വിഭാവനം ചെയ്തതനുസരിച്ച് 3 മിനിറ്റ് കൊണ്ട് ഈ കംപ്ലീറ്റ് സ്റ്റേഡിയം ഇവാക്യുവേഷൻ നടക്കണം, എന്തെങ്കിലും ഒരു അവശ്യഘട്ടം ഉണ്ടായാൽ എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ പക്ഷേ അവിടെ നടക്കുന്നത് ചുറ്റും മതിൽ കെട്ടിയതുപോലെ കെട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇവാക്യുവേഷൻ ഇവിടെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലാണ് ചെയ്യാൻ പോകണമെന്നൊക്കെ ഇപ്പോഴും വലിയ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുകയാണ്. വിഷയത്തിൽ GCDA ഇടപെടൽ നടത്തിയിട്ടില്ലെന്നും GCDA അംഗമായ താൻ ഉൾപ്പെടെയുള്ളവർ സ്റ്റേഡിയം നവീകരണം സ്പോൺസറിന് നൽകിയത് അറിഞ്ഞിട്ടില്ലെന്നും TJ വിനോദ് MLAയും വ്യക്തമാക്കി. ഞാനും ഉമാ തോമസും GCDA ജനറൽ കൗൺസിൽ അംഗങ്ങളാണ്. ഇന്നേ വരെ GCDA ജനറൽ കൗൺസിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും നടത്തുക. എന്താണ് ഇവിടെ നടത്താൻ പോകുന്നത്, എന്തൊക്കെ വർക്കുകളാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയും. സ്പോൺസർഷിപ്പിൽ 70 കോടി രൂപയുടെ വർക്ക് നടക്കാൻ പോകുന്നു എന്നുള്ള പത്രവാർത്തകൾ അറിയുന്നതല്ലാതെ ഇതിൻ്റെ അകത്ത് എന്താണ് നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു നീക്കവും. കേരളത്തിലെ ആദ്യത്തെ ഇന്റർനാഷണൽ സ്റ്റേഡിയമായ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഇതോടെ ചോദ്യചിഹ്നമായിരിക്കുകയാണ്. നവീകരണം പൂർത്തിയാകുമെന്ന് സ്പോൺസർ പറയുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് കണ്ടു തന്നെ അറിയണം. ന്യൂസ് ബ്യൂറോ, കൊച്ചി.